Acts of Apostles, chapter 4, verse 33. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 33-ാം വാക്യത്തിലേക്ക് നമ്മുടെ വേദപുസ്തകങ്ങളെ നമുക്ക് തിരിക്കാം. And with great power gave the apostles witness of the resurrection of the Lord Jesus, and great grace was upon them all. Praise be to his holy name. ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം. With great power gave the apostles witness of the resurrection of the Lord Jesus, and great grace was upon them all. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. Many times we think this great grace exclusively only for early apostles. ഈ ധാരാളം കൃപ എന്ന് പറയുന്നത് പലപ്പോഴും നാം ഇപ്രകാരം ചിന്തിക്കാറുണ്ട്, ഇത് ആദ്യകാല അപ്പോസ്തലന്മാർക്ക് മാത്രമുള്ളതായിരുന്നു എന്ന്. They experienced it. After that, it is not revealed, or we are not experiencing it, we think. അവർ അത് അനുഭവിച്ചിരുന്നു, അതിനുശേഷം അത് വെളിപ്പെട്ടിട്ടില്ല, ഇല്ല എങ്കിൽ നാം അതിനുശേഷമായി അനുഭവിക്കുന്നില്ല എന്നും ചിന്തിക്കാറുണ്ട്. In the month to come, we must experience great grace upon our life. വരുവാനുള്ള മാസത്തിൽ നമ്മുടെ ജീവിതത്തിന്മേൽ ഈ ധാരാളം കൃപ നാം അനുഭവിക്കണം. Even without our knowledge, early days we experienced it. പലപ്പോഴും നമ്മുടെ അറിവ് കൂടാതെ വണ്ണം നമ്മുടെ മുൻകാലങ്ങളിൽ നാം അത് അനുഭവിച്ചിട്ടുണ്ട്. By that great grace, we are alive in the presence of God. ഈ വൻ കൃപ മൂലമായിട്ടത്രേ ദൈവസന്നിധിയിൽ ഇപ്പോഴും നാം ജീവനോടിരിക്കുന്നത്. That great grace that brought us hitherto. ഈ വൻ കൃപയാകുന്നു ഇതുവരെ ഇത്രത്തോളം നമ്മെ കൊണ്ടുവന്നത്. Let God help us to experience that great grace. ഈ വൻ കൃപ അനുഭവിപ്പാൻ നമ്മെ ഏവരെയും കർത്താവ് സഹായിക്കട്ടെ. Even in Old Testament time, many places it is written about great grace. ആ പഴയ നിയമകാലത്തും ഈ വൻ കൃപയെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. In Tamil Bible, great grace it is mentioned. തമിഴ് വേദപുസ്തകത്തിൽ വൻ കൃപ എന്ന് എഴുതിയിരിക്കുന്നു. In English it is written great mercies. ഇംഗ്ലീഷിൽ വലിയ കരുണകൾ എന്ന് എഴുതിയിരിക്കുന്നു. Or great loving kindness. ഇല്ല എങ്കിൽ വൻ ദയ എന്ന് എഴുതിയിരിക്കുന്നു. In Psalms 117, 1 and 2 when we read, 117-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, here also we can read about great grace. ഇവിടെയും നമുക്ക് ആ വലിയ ദയയെക്കുറിച്ച് വായിപ്പാൻ കഴിയും. But in English Bible it is written merciful kindness is great. ഇംഗ്ലീഷിൽ അത് കരുണയുള്ള ദയ എന്ന് അത് വലുതായിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. For his merciful kindness is great toward us. നമ്മോടുള്ള അവന്റെ ദയ വലുതായിരിക്കുന്നു എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. The truth of the Lord endureth forever, praise ye the Lord. യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്, യഹോവയെ സ്തുതിപ്പിൻ. Yes, even Old Testament time they experienced grace of God. അതെ, പഴയ നിയമകാലത്തും ദൈവകൃപയെ ജനം അനുഭവിച്ചിരുന്നു. What is grace? ഈ കൃപ എന്നാൽ എന്ത്? Or what is mercy? ഇല്ല എങ്കിൽ കരുണ എന്നാൽ എന്ത്? First of all, let me explain about mercy. ഒന്നാമത് ഞാൻ കരുണയെക്കുറിച്ച് ഞാൻ വിവരിക്കട്ടെ. What we are deserved, if it is withholden from our life, that is mercies. നാം യോഗ്യമായത് നമ്മിൽ നിന്ന് നമുക്ക് നൽകാതെ വണ്ണം, അത് തരാതെ വണ്ണം ഇരിക്കുന്നുവെങ്കിൽ അത് അത്രേ കരുണ. We are worthy for hellfire. നാം നരകത്തീക്ക് യോഗ്യരാകുന്നു. We are worthy for punishment. നാം ശിക്ഷാവിധിക്ക് യോഗ്യരാകുന്നു. Rejection, തള്ളപ്പെടലിന്, shame, ലജ്ജയ്ക്ക്, reproach. നിന്ദയ്ക്ക്. Like that, so many things we supposed to receive. ഇപ്രകാരം അനേക കാര്യങ്ങൾ നാം പ്രാപിക്കേണ്ടതായിരുന്നു. We were deserved for that. നാം അതിനൊക്കെയും യോഗ്യരായിരുന്നു. That was not given, that is mercies of God. അത് നമുക്ക് നൽകപ്പെടാതെ ഇരുന്നത് ദൈവത്തിന്റെ കരുണയാകുന്നു. What we are not deserved, that is given, that is grace of God. നാം യോഗ്യമല്ലാത്തത് നാം പ്രാപിച്ചെടുത്തു, അതത്രേ ദൈവകൃപ. We are not worthy for salvation. നാം രക്ഷയ്ക്ക് പാത്രരല്ലായിരുന്നു. We are not deserved for any of the spiritual blessings. ഈ ആത്മീകമായ അനുഗ്രഹങ്ങൾ ഒന്നിനും തന്നെ നാം പാത്രവാന്മാരല്ലായിരുന്നു. For Christian life, spiritual life, eternal life, we are not at all deserved. ക്രിസ്തീയ ജീവിതത്തിന്, ആത്മീക ജീവിതത്തിന്, നിത്യജീവിതത്തിന് ഒട്ടും നാം പാത്രരല്ലായിരുന്നു. And that is given to us, that is His grace. എങ്കിലുമോ അത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അതത്രേ ദൈവകൃപ. In this simple way, we can understand about mercy of God and grace of God. ഈ ലളിതമായ രീതിയിൽ ദൈവത്തിന്റെ കരുണയെക്കുറിച്ചും ദൈവത്തിന്റെ കൃപയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. Even Old Testament time, they experienced mercy and grace of God. പഴയ നിയമകാലത്തും ജനം ദൈവത്തിന്റെ കരുണയും കൃപയും അനുഭവിച്ചിരുന്നു. Even in New Testament, we are experiencing abundantly. പുതിയ നിയമകാലത്തിലും നാം അത് പതിവായിട്ട് അനുഭവിക്കുന്നു. Grace of God, it is a very different thing. Bible scholars say it is a comprises of God's love, God's mercies, God's kindness, forgiveness, gentleness, long suffering. Everything we put together, we can call it as a grace of God. ദൈവകൃപ എന്നാൽ അത് വളരെ വിശിഷ്ടമായ ഒന്നാകുന്നു. വേദപണ്ഡിതന്മാർ അതിനെ ദൈവസ്നേഹം, ദൈവത്തിന്റെ ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നു ചേർന്നതാകുന്നു ദൈവകൃപ എന്ന് പറയുന്നു. When God shows all these things to a person, in that person's life,
he is experiencing grace of God. ദൈവം ഒരു വ്യക്തിയോട് ഈ കാര്യങ്ങളെല്ലാം കാണിക്കുമ്പോൾ ആ വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ കൃപയുണ്ട് എന്നർത്ഥം. Even in Old Testament, പഴയ നിയമകാലത്തിലും great grace revealed for many saints. വൻ കൃപ എന്നത് അനേക വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരുന്നു. Quickly, I want to mention this. അത് വേഗത്തിൽ ഞാൻ അതിനെ പറഞ്ഞുകൊള്ളട്ടെ. In Psalms 86:13, when we read, 86 സങ്കീർത്തനം 13 വാക്യം നാം വായിക്കുമ്പോൾ, for great is thy mercy toward me, and thou hast delivered me, or delivered my soul from the lowest hell. എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ, നീ എന്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. Or great is thy grace toward me, therefore you delivered me from lowest hell. ഇല്ല എങ്കിൽ എന്നോടുള്ള നിന്റെ കൃപ ഏറ്റവും വലുതായിരുന്നു, അതുകൊണ്ട് അധമ പാതാളത്തിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചു. We are all delivered from lowest hell. It is because of God's great grace. നാം ഏവരും അധമ പാതാളത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടത് ദൈവത്തിന്റെ വൻ കൃപ മൂലമത്രേ. Or many years ago, devil would have taken us to eternal hellfire. ഇല്ലായെങ്കിൽ അനേക വർഷങ്ങൾക്ക് മുന്നമേ തന്നെ നമ്മെ നിത്യമായ നരകത്തീയിലേക്ക് സാത്താൻ തള്ളിയിടുമായിരുന്നു. He tried many ways. പല വിധത്തിൽ അവൻ ശ്രമിച്ചു. He tried to kill, he tried to take our soul. നമ്മെ കൊന്നുകളവാൻ, നമ്മുടെ പ്രാണനെ എടുത്തു കളവാൻ അവൻ ശ്രമിച്ചു. But great grace was upon us. എങ്കിലും വൻ കൃപ നമ്മുടെ മേലുണ്ടായിരുന്നു. In Isaiah chapter 5 verse 14, when we read, യെശയ്യാപ്രവചനം 5 അധ്യായം 15 വാക്യം നാം വായിക്കുമ്പോൾ, here word of God says how hell is waiting. ഇവിടെ എപ്രകാരമാകുന്നു പാതാളം തുറന്നിരിക്കുന്നത്, കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് വായിപ്പാൻ കഴിയും. Hell hath enlarged herself and opened her mouth without measure. 14 വാക്യം, പാതാളം തൊണ്ട തുറന്ന് വിസ്താരമായി വാ പിളർന്നിരിക്കുന്നു. And their glory and their multitude and their pomp and he hath rejoiced shall descend into it. അവരുടെ മഹിമയും ആരവവും ഘോഷവും അവയിൽ ഉല്ലസിക്കുന്നവരും അതിലേക്ക് ഇറങ്ങിപ്പോകുന്നു. Many with their glory, their pomp and multitude of the riches, they are descending there. അനേകരും തങ്ങളുടെ മഹിമ മൂലമായി, ആരവങ്ങൾ മൂലമായി, കോശങ്ങളും ധനത്തിന്റെ സമൃദ്ധി മൂലമായി അവർ അതിലേക്ക് ഇറങ്ങിപ്പോകുന്നു. Without measure it enlarges its mouth and waiting. അളവ് കൂടാതെ വണ്ണം അത് തൊണ്ട തുറന്ന് കാത്തിരിക്കുന്നു. It is devouring millions of people. അത് ദശലക്ഷക്കണക്കിന് ജനത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. In all centuries, even many millions have gone there. നൂറ്റാണ്ടുകളായിട്ട് അനേക ദശലക്ഷക്കണക്കിന് ജനം അവിടെ കടന്നുപോയി. In Proverbs 30:15 and 16, when we read, സദൃശവാക്യങ്ങൾ 30 അധ്യായം 14-15 വാക്യങ്ങൾ നാം വായിക്കുന്നു. 3 things that are never satisfied, it is written. 3 കാര്യങ്ങൾ ഒട്ടും തൃപ്തി അടയാത്തത് എന്നെഴുതിയിരിക്കുന്നു. 4 things say not, it is enough. മതി എന്ന 4 കാര്യങ്ങൾ പറകയില്ല എന്നെഴുതിയിരിക്കുന്നു. The grave, പാതാളം, the barren womb, വന്ധ്യയുടെ ഗർഭപാത്രം, earth that is not filled with water, വെള്ളം കുടിച്ച് തൃപ്തി വരാത്ത ഭൂമി, and the fire that saith not, it is enough. മതി എന്ന് പറയാത്ത തീയും തന്നെ. Fire never says it is enough. തീ ഒരിക്കലും മതി എന്ന് പറകയില്ല. Hellfire never says it is enough. നരക തീ എന്നതോ ഒരിക്കലും മതി എന്ന് പറകയില്ല. From thousands of years, it is devouring millions of people. 1000 ആണ്ടുകളായിട്ട് അത് കോടിക്കണക്കിന് ജനങ്ങളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. It never say enough. ഒരിക്കലും മതി എന്ന് പറഞ്ഞിട്ടില്ല. Come, come, I am ready to devour, he is saying. വരിക വരിക, ഞാൻ വിഴുങ്ങുവാൻ ഒരുക്കമായിരിക്കുന്നു എന്ന് പറയുന്നു. But our God delivered us from lowest hell because of that great grace. എങ്കിലുമോ ആ വൻകൃപ മൂലമായി അധമ പാതാളത്തിൽ നിന്ന് നമ്മുടെ ദൈവം നമ്മെ രക്ഷിച്ചു. If you are alive, it is by great grace. നീ ജീവനോടെ ഉണ്ടെങ്കിൽ അത് വൻകൃപ മൂലമായിട്ടത്രേ. How many of you can say, yes, it is 100% true? അതെ, അത് 100% ശരി എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? I was worthy of lowest hell. ഞാൻ അധമ പാതാളത്തിന് യോഗ്യനായിരുന്നു. I was worthy of eternal hellfire. നിത്യമായ നരകത്തീക്ക് ഞാൻ യോഗ്യനായിരുന്നു. But my God saved me. എങ്കിലുമോ എന്റെ ദൈവം എന്നെ രക്ഷിച്ചു. He is keeping me in the land of the living. എന്നെ ഇപ്പോഴും ജീവനുള്ള ദേശത്ത് അവൻ It ശേഷിപ്പിച്ചിരിക്കുന്നു. is only because of that great grace. ദൈവത്തിന്റെ വൻകൃപ മൂലം മാത്രമേ അത്. How many of you can say, എത്ര പേർക്ക് എന്ന് പറയാൻ കഴിയും? yes, we are all witnessing that great അതെ, grace? നാം ഏവരും വൻകൃപയ്ക്ക് സാക്ഷികൾ അത്രേ. For that great grace, let us all praise God. ആ വൻകൃപയ്ക്കായി ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Even in the book of Nehemiah, when we read, നെഹമ്യാ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ here another great grace, it is written. ഇവിടെ മറ്റൊരു വൻകൃപയെ കുറിച്ച് എഴുതിയിരിക്കുന്നു. In 9th chapter 31st verse, when we read, 9 അധ്യായം അതിന്റെ 31 വാക്യം നാം വായിക്കുമ്പോൾ, nevertheless for thy great mercy's sake thou didst not utterly consume them nor forsake them, for thou art gracious and merciful God. എങ്കിലും നിന്റെ മഹാകരുണ നിമിത്തം നീ അവരെ നിർമൂലമാക്കിയില്ല, ഉപേക്ഷിച്ച് കളഞ്ഞതുമില്ല. നീ കൃപയും കരുണയുമുള്ള ദൈവമല്ലോ. See their life, the people of Israel's life. നോക്കുക, ഇസ്രായേൽ ജനത്തിന്റെ ജീവിതം. They were disobedient. അവർ അനുസരണക്കേടുള്ളവരായിരുന്നു. In verse 26 it is written, 26 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, rebelled against their God, അവരുടെ ദൈവത്തിന് വിരോധമായി അവർ മത്സരിച്ചു. caused
thy law behind their backs, അവർ ന്യായപ്രമാണത്തെ അവരുടെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു. and slew their prophets, അവരുടെ പ്രവാചകന്മാരെ അവർ കൊന്നുകളഞ്ഞു. which testify against them to turn them to thee, and they wrought great provocations. ആ ദൈവത്തിന്റെ നേരെ തിരിയുവാൻ തക്കവണ്ണം അവരോട് സാക്ഷീകരിച്ച അവരോട് അധികമായി ദുശാഠ്യം കാണിച്ചു. God delivered in the hand of enemies. അവരെ ശത്രുവിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. They vexed them very much, അധികമായി അവരെ ദണ്ഡിപ്പിച്ചു. and they cried unto God. ദൈവത്തോട് അവർ നിലവിളിച്ചു. God gave them saviors. ദൈവം അവർക്ക് രക്ഷകന്മാരെ കൊടുത്തു. They were delivered from their hands. അവരുടെ കയ്യിൽ നിന്ന് അവർ വിടുവിക്കപ്പെടുകയും ചെയ്തു. When they got rest, അവർക്ക് വിശ്രാമം ലഭിച്ചപ്പോൾ once again they did evil. വീണ്ടുമായി അവർ ദോഷം ചെയ്യുവാൻ തുടങ്ങി. Once and again, വീണ്ടുമായി, once and again, വീണ്ടും വീണ്ടും, once and again. വീണ്ടും ആവർത്തിച്ച They provoked God. ദൈവത്തെ അവർ പരീക്ഷിച്ചു. They committed mistake. വീണ്ടുമായി അവർ തെറ്റ് ചെയ്തു. They did not stand fast in the standard which God set before them. ദൈവം അവർക്ക് മുൻപായി വെച്ചിരുന്ന നിലവാരത്തിൽ അവർ നിലകൊണ്ടില്ല. Even though God warned many times, ദൈവം അനേകവട്ടം അവരെ താക്കീത് ചെയ്തിരുന്നാൽ പോലും God could have punished them forever. ദൈവം അവരെ എന്നേക്കുമായി ശിക്ഷിച്ച് കളയാമായിരുന്നു. But what he did, എങ്കിലുമോ അവൻ എന്ത് ചെയ്തു? because of great mercy's sake, he did not utterly consume them. അവന്റെ മഹാകരുണ നിമിത്തമായി അവരെ നിർമൂലമാക്കിയില്ല. He punished them. അവരെ ശിക്ഷിച്ചു. He warned them. അവൻ അവരെ താക്കീത് He ചെയ്തു. tried to correct them. അവരെ തിരുത്തുവാൻ ശ്രമിച്ചു. But he did not utterly consume them. എങ്കിലുമോ മുറ്റുമായി അവരെ നിർമൂലമാക്കി കളഞ്ഞില്ല. Even in our life, നമ്മുടെ ജീവിതത്തിലും because of that great grace, ആ വൻകൃപ മൂലമായി he did not punish us according to our iniquities. നമ്മുടെ അകൃത്യത്തിനൊത്തവണ്ണം അവൻ നമ്മോട് ശിക്ഷിച്ചില്ല. Even knowing the truth, many times we slipped off, or we did many things as a provoking to God. പലപ്പോഴും സത്യം അറിഞ്ഞതുകൊണ്ട് തന്നെ നാം അപ്രകാരം ചെയ്യാതെ വീണുപോകുകയും ദൈവത്തെ പരീക്ഷിക്കുകയും ചെയ്തു. We provoked him to anger. നാം അവനെ കോപിപ്പിച്ചു. In Genesis chapter 19 when we read, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. here we can read about Lot. ഇവിടെ ലോത്തിനെ കുറിച്ച് വായിക്കുന്നു. He found grace in the sight of God. അവന് ദൈവത്തിന്റെ ദൃഷ്ടികളിൽ കൃപ ലഭിച്ചു. God magnified his mercy, it is written. അവന്റെ വലിയ കൃപ അവനോട് കാണിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. Behold, now thy servant hath found grace in thy sight. നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ. Thou hast magnified thy mercies. എന്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു. Or you have made that grace as a great upon me. ഇല്ല എങ്കിൽ ആ കൃപ എന്റെ ജീവിതത്തിന്മേൽ നീ വലുതാക്കിയിരിക്കുന്നു. By saving my life. എന്റെ ജീവനെ രക്ഷിച്ചത് മൂലം. See, in his heart that gratitude was there. അവന്റെ ഹൃദയത്തിൽ ആ നന്ദി ഉണ്ടായിരുന്നു. Sodom and Gomorrah, സോദോമും ഗൊമോറയും on them God rained fire and brimstone from heaven. അവരുടെ മേൽ അവൻ ദൈവം തീയും ഗന്ധകവും വർഷിപ്പിച്ചു. Same chapter 24th verse when we read, അതേ അധ്യായം 24-ാം വാക്യം നാം വായിക്കുമ്പോൾ, the Lord rained upon Sodom and upon Gomorrah brimstone and fire from the Lord out of heaven. യഹോവ സോദോമിന്റെയും ഗൊമോറയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്ത് നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു. God preserved him and his family ദൈവം അവനെയും അവന്റെ കുടുംബത്തെയും സൂക്ഷിച്ചു. because he was merciful and gracious. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയും കൃപയും ഉള്ളവനായിരുന്നു. Simply God could have ignored him. ദൈവത്തിന് വെറുതെ അവനെ അവഗണിക്കാമായിരുന്നു. Let him die or let him be perish. അവൻ മരിച്ചു പോകട്ടെ, അവൻ നശിക്കട്ടെ. For God, so many others were there. Abraham and his descendants were there. ദൈവത്തിന് മറ്റനേകം പേരുണ്ടായിരുന്നു. അബ്രഹാമും അവന്റെ വംശാവലിയും ഉണ്ടായിരുന്നു. But God showed great grace upon this Lot എങ്കിലുമോ ഈ ലോത്തിനോട് അവൻ മഹാകരുണ കാണിച്ചു. by saving his life. അവന്റെ ജീവനെ രക്ഷിക്കുന്നത് See, even this month, Corona could have taken place in our life. നോക്കുക, ഈ മാസത്തിൽ കൂടെ കൊറോണ നമ്മുടെ ജീവിതത്തിന്മേൽ വാഴ്ച നടത്താമായിരുന്നു. Many sickness, accident might have happened. അനേക രോഗങ്ങളും അപകടങ്ങളും നമ്മുടെ ജീവിതത്തിൽ നേരിടാമായിരുന്നു. Many loss could have come. അനേക നഷ്ടങ്ങൾ സംഭവിക്കാമായിരുന്നു. But gracious Lord wonderfully saved our life. എങ്കിലും കരുണയുള്ള കർത്താവ് കൃപയുള്ളവനായി നമ്മെ സൂക്ഷിച്ചു. Is it not this great grace of God? ഇത് ദൈവത്തിന്റെ മഹാകരുണയല്ലയോ? Yes, truly it is the great grace of God. അതെ, അത് തീർച്ചയായും ദൈവത്തിന്റെ വൻ കൃപയത്രേ. For this wonderful grace, by saving our life from destruction, shall we all praise God. നാശത്തിൽ നിന്ന് നമ്മുടെ ജീവനെ രക്ഷിച്ച ഈ വൻകൃപയ്ക്കായി ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Thirdly, മൂന്നാമതായി, great grace David experienced in his life. വലിയ കൃപ ദാവീദ് തന്റെ ജീവിതത്തിൽ അനുഭവിച്ചു. In different level he experienced it. വിവിധ തലങ്ങളിൽ അവൻ അത് അനുഭവിച്ചു. If we look into that, that will be a lesson to us as well. അതിനെക്കുറിച്ച് നാം ഒന്ന് പഠിക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതൊരു പാഠമായിരിക്കും. It is called in different names. അതിനെ വിവിധ നാമങ്ങളിൽ വിളിക്കുന്നു. First of all,
it was called as a sure mercies of David. ഒന്നാമതായിട്ട് അതിനെ ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന് എഴുതിയിരിക്കുന്നു. In Isaiah chapter 55 verse 3 when we read, യെശയ്യാ പ്രവചനം 55 അധ്യായം 3 വാക്യം നാം വായിക്കുമ്പോൾ, incline your ear and come unto me, hear, and your soul shall live, and I will make an everlasting covenant with you, even the sure mercies of David. നിങ്ങൾ ചെവി ചായിച്ച് എന്റെ അടുക്കൽ വരുവീൻ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവീൻ, ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. Yes, God has promised unto David a sure mercy. അതെ, ദാവീദിന് ദൈവം നിശ്ചലമായ ഇല്ല എങ്കിൽ തീർച്ചയായ ഒരു കൃപ വാഗ്ദത്തം Or ചെയ്തിരുന്നു. a great grace God promised. ഇല്ല എങ്കിൽ വൻ കൃപ ദൈവം ദാവീദിന് വാഗ്ദത്തം ചെയ്തിരുന്നു. About that when we read in New Testament, അതിനെക്കുറിച്ച് നാം പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ, in Acts of Apostles chapter 13, 34 and 35, അപ്പോസ്തല പ്രവൃത്തികൾ 13 അധ്യായം 34, 35 വാക്യങ്ങൾ വായിക്കുമ്പോൾ here it is explained. അതിനെക്കുറിച്ച് ഇവിടെ വിവരിച്ചിരിക്കുന്നു. As concerning that, he raised him up from the dead, and now no more to return into corruption. He said on this wise, I will give you the sure mercies of David. ഇനി ദ്രവത്രത്തിലേക്ക് തിരിയാതെ വണ്ണം അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ച് അവൻ ദാവീദിന്റെ സ്ഥിരമായുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നു. It is connected with the resurrection of Jesus. അത് യേശുവിന്റെ പുനരുത്ഥാനത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. He will never return to corruption. അവൻ ഒരിക്കലും ദ്രവത്വത്തിലേക്ക് മടങ്ങിപ്പോകയില്ല. He will not die അവൻ again. വീണ്ടുമായി അവൻ ഒരിക്കലും മരിച്ചു പോകയില്ല. Therefore in verse 35 it is written, അതുകൊണ്ട് വീണ്ടുമായി 35 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, thou shalt not suffer thine holy one to see corruption. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ നീ വിട്ടുകൊടുക്കയില്ല. He died, അവൻ മരിച്ചു, he was buried, അവൻ അടക്കം ചെയ്യപ്പെട്ടു, third day he rose up. 3-ാം നാൾ അവൻ ജീവനോടെ എഴുന്നേറ്റു. As a resurrected savior, as a glorified God the Father glorifies Son Jesus Christ. ഉയർത്തെഴുന്നേൽക്കപ്പെട്ട രക്ഷകനായി പിതാവാം ദൈവം അവനെ മഹത്വീകരിച്ചു. About this when we study, ഇതിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ, what is the sure mercies of David connected with our life? നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നതായ ദാവീദിന്റെ നിശ്ചല കൃപയെന്നാൽ എന്ത്? Unto David God promised, ദാവീദിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു. on Jesus Christ he revealed, യേശു ക്രിസ്തുവിൽ അത് വെളിപ്പെട്ടു. it is for you and me. അത് നിങ്ങൾക്കും എനിക്കുമുള്ളത്. How we can understand? അതെങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും? Jesus rose up from dead for us. യേശു മരിച്ചവരിൽ നിന്ന് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. Not only that, അത് മാത്രമല്ല, in Romans chapter 6 when we read, റോമാലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, here beautiful experience of baptism we study here. ജലസ്നാനത്തിന്റെ മനോഹരമായ അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് വായിപ്പാൻ കഴിയും. In verse 3 it is written, 3-ാം വാക്യത്തിൽ, know ye not that so many of us as we baptized into Jesus Christ were baptized into his death. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? We took baptism to be united with Christ. നാം യേശു ക്രിസ്തുവിനോട് കൂടെ ചേരുവാനായിട്ട് ജലസ്നാനം സ്വീകരിച്ചു. We baptized into his death. നാം അവന്റെ മരണത്തിൽ പങ്കാളികളാകേണ്ടതിന് In ജലസ്നാനം verse സ്വീകരിച്ചു. 4 when we read, 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, therefore we are buried with him by baptism into death. അങ്ങനെ അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. We believed his death. നാം അവന്റെ മരണത്തെ We വിശ്വസിച്ചു. surrendered for baptism. നാം സ്നാനത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. That's why we buried with him in baptism. അതുകൊണ്ട് അവനോടുകൂടെ ജലസ്നാനത്തിൽ കുഴിച്ചിടപ്പെട്ടു. That like as Christ were raised up from the dead by the glory of the Father, even so we also should walk in newness of life. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. Sure mercies of revealed upon Jesus Christ, therefore he rose up from the dead. യേശു ക്രിസ്തുവിന്റെ മേൽ നിശ്ചല കൃപകൾ വെളിപ്പെട്ടിരുന്നു, അതുകൊണ്ട് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. That experience we can see with our Christian life. ആ അനുഭവം വന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തോട് ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പാൻ കഴിയും. Like as Christ was raised up from the dead by the glory of the Father, even so we also should walk in newness of life. ക്രിസ്തു എപ്രകാരം പിതാവിന്റെ മഹിമയാൽ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടുവോ അപ്രകാരം തന്നെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. So this life, Christian life, it is not going to die. അതുകൊണ്ട് ഈ ക്രിസ്തീയ ജീവിതം എന്നത് അത് മരണമില്ലാത്തതത്രേ. Jesus is not going to see corruption. യേശു ഇനിമേലാൽ ദ്രവത്വം കാണുകയില്ല. He will never be crucified again. അവനെ ഇനിമേലാൽ ക്രൂശിപ്പാൻ കഴിയുകയില്ല. No one can kill him. അവനെ ആർക്കും തന്നെ കൊല്ലുവാൻ കഴിയുകയില്ല. No one can bury him. അവനെ ആർക്കും ഇനിമേൽ കുഴിച്ചിടുവാൻ കഴിയുകയില്ല. And he won't see corruption anymore. ഇനിമേലാൽ അവൻ ദ്രവത്വം കാണുകയില്ല. In such a way he rose up. അപ്രകാരം തന്നെ അവൻ ഉയർത്തെഴുന്നേറ്റു. That is the sure mercies of David. അതത്രേ ദാവീദിന്റെ നിശ്ചല കൃപകൾ. In the same way, അപ്രകാരം തന്നെ we who surrendered for baptism, ജലസ്നാനത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന നാം in our life also, നമ്മുടെ ജീവിതത്തിലും that power is working. ആ ശക്തി വ്യാപരിക്കുന്നു. Because we have not believed on ourselves, എന്തുകൊണ്ടെന്നാൽ നാം തന്നെ സ്വയമായി വിശ്വസിച്ചതല്ല, and we have believed upon God.
നാം ദൈവത്തിൽ അത്രേ വിശ്വസിച്ചത്. We believed on Jesus Christ. യേശു ക്രിസ്തുവിൽ അത്രേ നാം വിശ്വസിച്ചത്. Now we are trusting upon God for overcoming life. ഇപ്പോൾ ജീവിതത്തിനായി ആ ദൈവത്തിൽ നാം ആശ്രയിക്കുന്നു. That's why 9th verse says, അതുകൊണ്ട് അത്രേ 9-ാം വാക്യം പറയുന്നത്, knowing that Christ being raised from the dead dieth no more. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല. Death hath no dominion over him. മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല. Now on Jesus Christ, death doesn't have any power. ഇനി മേലാൽ ക്രിസ്തുവിന്റെ മേൽ മരണത്തിന് യാതൊരു അധികാരവുമില്ല. We who surrender ourselves for baptism, ജലസ്നാനത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ the truth of baptism works in our life. ജലസ്നാനത്തിന്റെ സത്യം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. What is that? അതെന്താകുന്നു? That is the sure mercies of David. അതത്രേ ദാവീദിന്റെ നിശ്ചല കൃപകൾ. You surrender yourself to die with Christ. ക്രിസ്തുവിനോടുകൂടെ മരിക്കുവാനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. You yourself allowed to bury with Christ. നിങ്ങളെ തന്നെ ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെടുവാൻ ഏൽപ്പിക്കുന്നു. From there you got a new life. അവിടെ നിന്ന് ഒരു പുതിയ ജീവിതം ലഭിച്ചിരിക്കുന്നു. You got new man. പുതിയൊരു മനുഷ്യനായി തീർന്നിരിക്കുന്നു. And you surrender for that life. ആ ജീവിതത്തിന് വേണ്ടി നിങ്ങളെ സമർപ്പിച്ചിരിക്കുന്നു. How Jesus rose up from the dead, you got a new life. യേശു എപ്രകാരം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവോ അപ്രകാരം നിങ്ങൾക്ക് ഒരു പുതുജീവൻ ലഭിച്ചിരിക്കുന്നു. From that day onwards we are trusting upon the grace of God. ആ ദിവസം മുതൽ ദൈവത്തിന്റെ കൃപയിൽ നാം ആശ്രയിക്കുന്നു. We are not living this holy life, victorious life by our own power. ഈ വിശുദ്ധ ജീവിതം നമ്മുടെ സ്വന്തം ശക്തിയാൽ അല്ല നാം നയിക്കുന്നത്. How we are living? നാം എങ്ങനെ ജീവിക്കുന്നു? By the sure mercies of David. ദാവീദിന്റെ നിശ്ചല കൃപ മൂലമായി. How Jesus rose up from the dead through the glory of the Father, so we are also walking in new lives of life. പിതാവിന്റെ മഹത്വത്താൽ എപ്രകാരം ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവോ അപ്രകാരം നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നു. Another name also given, മറ്റൊരു നാമവും കൊടുക്കപ്പെട്ടിരിക്കുന്നു, old grace. പുരാതനമായ കൃപ. In Psalms 89:40 when we read, 89-ാം സങ്കീർത്തനം 14-ാം വാക്യം വായിക്കുമ്പോൾ, Lord, where are thy former loving kindness, കർത്താവേ അങ്ങയുടെ പുരാതനമായ ദയ എവിടെ? which thou hast showed unto David in thy truth. അങ്ങയുടെ വിശ്വസ്തതയിൽ ദാവീദിനോട് കാണിച്ചതായ That former loving kindness. പുരാതനമായ കൃപ. About that we can read in Psalms 25:6 as well. 25-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് വായിപ്പാൻ കഴിയും. Remember, O Lord, thy tender mercies and thy loving kindness, for they have been ever of old. യഹോവേ നിന്റെ കരുണയും ദയവും ഓർക്കണമേ, അവ പണ്ട് പണ്ടേ ഉള്ളവയല്ലോ. Yes, old grace. അതേ പണ്ട് പണ്ടേ ഉള്ള കൃപ. Or old mercies or loving kindness. ഇല്ല എങ്കിൽ പണ്ട് പണ്ടേ ഉള്ളതായ ദയയും കരുണയും. And which was shown unto David. അത് ദാവീദിന് തീർച്ചയുള്ളതായിരുന്നു. Which was promised unto David. അത് ദാവീദിന് വാഗ്ദത്തം Be a ചെയ്യപ്പെട്ടതായിരുന്നു. child of God. പ്രിയ ദൈവവേദിലേ, Though God's grace is new, His mercies are new every morning. രാവിലെ തോറും ദൈവത്തിന്റെ ദയയും കരുണയും പുതുതായിരുന്നാലും Many times we frustrated the grace of God. പലപ്പോഴും ആ ദയയെ നാം തുച്ഛീകരിച്ചു. But His grace never has gone completely, or it never disappeared. എങ്കിലും ഒരിക്കലുമായി എന്നേക്കുമായിട്ട് ഒരിക്കലും ആ ദയ നമ്മെ വിട്ടു മാറുകയോ നമ്മിൽ നിന്ന് അപ്രത്യക്ഷമാകുകയോ Or ചെയ്തിട്ടില്ല. in other words, let me put, മറ്റൊരു രീതിയിൽ ഞാൻ പറയട്ടെ, unto former saints whatever grace showed in their life, പൂർവ്വ വിശുദ്ധന്മാർക്ക് ഈ കൃപ എപ്രകാരം കാണിക്കപ്പെട്ടിരുന്നോ that grace still available. ആ കൃപ ഇപ്പോഴും ലഭ്യമത്രേ. We think it is only for them. അവർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു എന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. It is only for Saint Paul. അത് വിശുദ്ധ പൗലോസിന് വേണ്ടി It was മാത്രമുള്ളതായിരുന്നു. only for Peter. അത് പത്രോസിന് മാത്രമായിരുന്നത്. Or it was only for James or John. അത് യാക്കോബിനോ യോഹനാനോ ഉള്ളത് മാത്രമായിരുന്നു. They were great apostles. അവരൊക്കെയും വലിയ They വിശുദ്ധന്മാരായിരുന്നു. experienced great grace. അവർ വൻ കൃപ അനുഭവിച്ചിരുന്നു. Where is that grace? ആ കൃപ എവിടെ? It is completely gone away from this world. അത് എന്നേക്കുമായി ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോയോ? Is it completely taken away from this earth? അത് മുറ്റമായി ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടുവോ? No, never. ഇല്ല, ഒരിക്കലുമില്ല. It is still there. അതിപ്പോഴും ലഭ്യമത്രേ. It is old grace. അത് പഴയ പണ്ട് പണ്ടേയുള്ള കൃപ. It is former loving kindness of God. അത് പൂർവമായ ദൈവത്തിന്റെ ദയത്രേ. If God shown to them, He is ready to show to you and me. ദൈവം അവരോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോടും എന്നോടും കാണിപ്പാൻ അവൻ ഇപ്പോഴും ഒരുക്കമത്രേ. Yes, they could live a overcoming life, means we also can. അവർക്കൊരു ജയജീവിതം നയിപ്പാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ നമുക്കും കഴിയും. If they could shake this world and change this world upside down, even through also God can do that same thing. അവർ മൂലമായിട്ട് ദൈവത്തിന്റെ ഭൂമിയെ കീഴ്മേൽ മറിക്കാമായിരുന്നുവെങ്കിൽ നമ്മൾ മൂലമായിട്ടും ദൈവത്തിന്റെ പ്രകാരം ചെയ്യുവാൻ കഴിയും. Through that grace, if their life become different, അവരുടെ ആ കൃപ മൂലമായിട്ട് അവരുടെ ജീവിതം വ്യത്യസ്തമായിരുന്നു. if they become overcomers, അവർ ജയാളികളായി തീർന്നു. how much more we? അങ്ങനെയെങ്കിൽ നാം എത്രയധികം. And we have to claim that old grace. ആ പണ്ട് പണ്ടേയുള്ള കൃപകളെ നാം അവകാശമാക്കണം. Lord, where are thy former loving kindness? കർത്താവേ, അങ്ങയുടെ പണ്ട് പണ്ടേയുള്ള കൃപകൾ എവിടെ? Which thou showest unto David in thy truth. അങ്ങയുടെ വിശ്വസ്തതയിൽ ദാവീദിനോട് കാണിച്ചതായ ആ കൃപ. Remember thy tender mercies and thy loving kindness,
for they have been ever of old. യഹോവേ നിന്റെ കരുണയും ദയയും ഓർക്കണമേ, അവ പണ്ട് പണ്ടേ ഉള്ളവയല്ലോ. In the month to come, വരുവാനുള്ള മാസത്തിൽ dear brother, dear sister, പ്രിയ സഹോദര സഹോദരി, in our life we must ask the Lord, Lord, show me that old grace. നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിനോട് ഇപ്രകാരം ചോദിക്കണം, കർത്താവേ ആ പണ്ട് പണ്ടേ ഉള്ള കൃപ എന്നോട് കാണിക്കണമേ. That grace which was upon Saint Paul, let it be shown to me. വിശുദ്ധ പൗലോസിന്മേൽ ഉണ്ടായിരുന്ന ആ കൃപ എന്നോട് നീ കാണിക്കണമേ. That grace which was on Peter and John the apostles, it must be shown to me. അപ്പോസ്തലന്മാരായ പത്രോസ്, യോഹന്നാൻ ഇവരുടെ മേൽ ഉണ്ടായിരുന്ന ആ കൃപ എന്നോട് കാണിക്കണമേ. And time doesn't permits me. സമയം എന്നെ അനുവദിക്കുന്നില്ല. Dear child of God, പ്രിയ ദൈവത്തിലെ, in another place it is written, മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ it രേഖപ്പെടുത്തിയിരിക്കുന്നു, is a promised grace. അത് വാഗ്ദത്തം ചെയ്യപ്പെട്ട കൃപ. In 1 Kings chapter 3 verse 6, 1 രാജാക്കന്മാർ 3-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, it is a great grace. It was revealed unto David as a promised grace. അത് വലിയൊരു കൃപയായിട്ട് ദാവീദിനോട് വാഗ്ദത്തം ചെയ്യപ്പെട്ടതായ കൃപയത്രേ. With your parents God promised. നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് ദൈവം വാഗ്ദത്തം ചെയ്തു. With early saints God promised. മുൻകാല വിശുദ്ധന്മാരോട് ദൈവം വാഗ്ദത്തം ചെയ്തു. God promised with Abraham, Isaac and Jacob. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു. So God blessed the descendants of Israel. അതുകൊണ്ട് ഇസ്രായേലിന്റെ വംശാവലിയെ മുഴുവനായി ദൈവം അനുഗ്രഹിച്ചു. It is not because of their holiness or righteousness, അവരുടെ വിശുദ്ധിയാലോ നീതിയാലോ അല്ല, because God promised to Abraham. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തത് മൂലമായി Now God blessed them. ഇപ്പോൾ ദൈവം അവരെ അനുഗ്രഹിക്കുന്നു. They are blessed. അവർ അനുഗ്രഹിക്കുന്നവർ. In the same way, അപ്രകാരം തന്നെ God has promised your parents. ദൈവം നിങ്ങളുടെ മാതാപിതാക്കളോട് വാഗ്ദത്തം ചെയ്തു. God has promised your saints. ദൈവം നിങ്ങളുടെ വിശുദ്ധന്മാരോട് വാഗ്ദത്തം ചെയ്തു. God promised to servants of God. ദൈവം കർത്തൃ ശുശ്രൂഷകരോട് വാഗ്ദത്തം ചെയ്തു. Because of that promised grace, He is blessing us. ആ വാഗ്ദത്തം ചെയ്യപ്പെട്ടതായ വലിയ കൃപ മൂലമായിട്ട് ദൈവം നമ്മെ Like അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. David, we must also claim, ദാവീദിനെ പോലെ നാം അവകാശമാക്കണം, Lord, where is thy promised grace? കർത്താവേ നീ വാഗ്ദത്തം ചെയ്യപ്പെട്ടതായ വലിയ കൃപ Where എവിടെ? is thy promised grace? നീ വാഗ്ദത്തം ചെയ്ത വലിയ കൃപ എവിടെ? Unto you also God has promised. നിങ്ങളോടും ദൈവം വാഗ്ദത്തം ചെയ്തു. And with promises He promised you. വാഗ്ദത്തങ്ങളാൽ അവൻ നിങ്ങളെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. When you prayed 10 years before, 20 years before, God gave you promise. He said, I will not remove my grace from you. 10-20 സംവത്സരങ്ങൾക്ക് മുമ്പായി നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ എന്റെ കൃപ നിങ്ങളെ വിട്ട് എടുത്തു മാറ്റുകയില്ല എന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരുന്നു. His everlasting grace is abundantly want to show in our life. അവന്റെ ശാശ്വതമായ കൃപ നമ്മുടെ ജീവിതത്തിന് മേൽ കാണിപ്പാനായി ഒരുക്കമുള്ളതായിരിക്കുന്നു. That's why word of God says, അതുകൊണ്ട് അത്രേ ദൈവവചനം പറയുന്നത്, for a small moment I forsake thee, അല്പനേരത്തേക്ക് ഞാൻ നിന്നെ കൈവിട്ടു, but with a great mercies I will gather thee. എങ്കിലുമോ നിത്യമായ കൃപകളാൽ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. Let us all close our eyes. നമുക്ക് നമ്മുടെ കണ്ണുകളെ Let അടയ്ക്കാം. us stand in the presence of God. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. He has promised us. അവൻ നമ്മോട് വാഗ്ദത്തം ചെയ്തു. As the heaven is high above the earth, so great is the mercy toward them that fear him. ആകാശം ഭൂമിയിൽ നിന്ന് ഉയർന്നിരിക്കുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോടുള്ള കരുണ വലിയതത്രേ. Dear child of God, പ്രിയ ദൈവവേദനേ, let us all fear God. നമുക്ക് ദൈവത്തെ ഭയപ്പെടാം. And if we fear God, നാം ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ, how heaven is higher than earth, so will his mercy or grace will be great upon our life. ആകാശം ഭൂമിയോട് എപ്രകാരം ഉയർന്നിരിക്കുന്നുവോ അപ്രകാരം ദൈവത്തിന്റെ കരുണയും കൃപയും നമ്മോട് ഉയർന്നിരിക്കും. Let us fall in the hands of God. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് വീഴാം. David said, ദാവീദ് പറയുന്നു, I am in a great strait. ഞാനിപ്പോൾ വലിയ ഞെരുക്കത്തിലായിരിക്കും. Let me fall in the hand of the Lord. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞാൻ വീഴട്ടെ. For very great are his mercies. എന്തുകൊണ്ടെന്നാൽ അവന്റെ കരുണ വലിയതത്രേ. Let me not fall in the hands of man. ഞാൻ മനുഷ്യരുടെ കയ്യിൽ വീഴുവാനിടയാകരുത്. God showed great mercy. ദൈവം വലിയ കരുണ കാണിച്ചു. Dear child of God, പ്രിയ ദൈവവേദനേ, let us continuously exalt our Jesus. തുടർച്ചയായി നമുക്ക് നമ്മുടെ കർത്താവിനെ ഉയർത്താം. Let us experience it. നമുക്കത് അനുഭവിക്കാം. May the Lord